നല്ല ചൂടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ വരുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുന്നേ നാട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടേയില്ല. ഇതാണ് ചെന്നൈയിലെ സ്ട്രീറ്റുകളിൽ കിട്ടുന്ന മസാല ഫ്രൈഡ് റൈസ്. കടയിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റിന്റെ അത്ര എത്തൂലെങ്കിലും ഏകദേശം അതിന്റെ അടുത്ത് വെക്കാൻ പാകത്തിന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചിക്കനിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, നാരങ്ങാ നീര്, മൈദ, കോൺഫ്ലവർ, പിന്നെ കുറച്ച് തൈരും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്റെ കയ്യിൽ തൈരില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ തൈരും കൂടി ആഡ് ചെയ്യണം. ഇനി ചിക്കൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ബസ്മതി റൈസ് എടുത്ത് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോഴേക്കും നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിളും, അങ്ങനെയല്ല, ഫ്രൈഡ് റൈസിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് വെജിറ്റബിളും നിങ്ങൾക്ക് എടുക്കാം. ഫ്രൈഡ് റൈസിനെ അരി വേവിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാം. തിളച്ച വെള്ളത്തിലേക്ക് എണ്ണയും ഉപ്പും ഇട്ട് അരിയിട്ട് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അരി ഒരുപാടങ്ങ് വേവിക്കാൻ നിൽക്കണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊട്ടണം. അത്രയുള്ള വേവ് മതി, ഒരു 90%. ഇനി ഇത് അരിപ്പയിലോട്ട് മാറ്റുമ്പോൾ കുറച്ച് പച്ചവെള്ളം കൂടി മേലെ ഒഴിച്ചു കൊടുത്താൽ ചോറ് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. ഇനി റൈസ് അവിടെ ഇരുന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ബാച്ച് ആയിട്ട് നമുക്ക് എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ കാണുമ്പോഴേ നമുക്കിത് തിന്നണം എന്ന് തോന്നും. പക്ഷെ തിന്നരുത്. തിന്നു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൽ ഇടാൻ പിന്നെ ചിക്കൻ ഉണ്ടാവില്ല. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് ആവശ്യമുള്ള മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒന്ന് വറുത്ത് മാറ്റി വെക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും കുരുമുളകും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. മുട്ട അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കുറച്ചും കൂടി അധികം എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കണ്ട. കൂടെ കുറച്ച് പച്ചമുളക് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഫ്ലെയിം കുറക്കാനേ പാടില്ല. നല്ല തീയിൽ വേണം ഈ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാൻ. എന്നാലേ ആ ക്രഞ്ചിനെസ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്ത് റെഡിയാക്കി വെച്ച മുട്ടയും ചിക്കനും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയ ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്ത് ഇളക്കി എടുക്കുമ്പോഴേ പതിയെ വേണം നമ്മൾ ചെയ്യാൻ. റൈസ് ഒടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് വരുന്നത്. ഒന്നുമില്ലടോ, ഈ റൈസിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ ടേസ്റ്റ് ആണ് മക്കളെ ഒരു രക്ഷയില്ലാത്തത്. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ.